ഫുൾ മെനു കഴിക്കുന്നവർക്ക് ഞാൻ 5000 rupees കൊടുക്കും. നമ്മൾ ആദ്യത്തെ കണ്ടൻസെന്റ് നന്ദന. ഹായ്, ഫുൾ മെനു കഴിക്കൂലേ? മൊത്തം കഴിക്കും. 5000 rupees കൊണ്ടേ പോവുള്ളൂ. ഉറപ്പല്ലേ? പിന്നെ കഴിക്കാൻ നേരത്ത് മാറ്റി പറയരുത്. ഉറപ്പല്ലേ? ഫസ്റ്റ് നമുക്ക് 5 ആയിട്ട് ഓർഡർ ചെയ്യാം. അതിനുശേഷം നോക്കാം മൊത്തം കഴിച്ചിട്ട് കഴിക്കും നോക്കാം. ഈ പകുതി ഐറ്റം ആദ്യം ഈ 4 ഐറ്റവും പിന്നെ ഒരു ജ്യൂസും. ജ്യൂസില് മധുരം വേണ്ട കേട്ടോ. ഓക്കെ, എന്താ അറിയോ, തലയ്ക്ക് കുടിക്കും. നീ കൊള്ളാമല്ലോടി പെണ്ണേ. പ്ലാൻ ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം കംപ്ലീറ്റ് ചെയ്യുമെന്ന്. അതേപോലെ ഈ ഹാഫ് ഐറ്റം പോലും ഇവിടെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് 2000 rupees ഇങ്ങോട്ട് തരണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പിന്നെ ഞാൻ ഹാഫ് ഐറ്റം എന്തായാലും കഴിക്കും. അപ്പൊ ഫുള്ള് കഴിക്കൂലേ? ഫുള്ള് കഴിക്കാം, പക്ഷെ ഹാഫ് ഐറ്റം എന്തായാലും കഴിക്കും. ഇങ്ങനെ ഒന്നല്ലല്ലോ വരുമ്പോ പറഞ്ഞ ഫുൾ മെനു കഴിക്കുന്നല്ലേ. ഇത് കണ്ടപ്പോഴേ എനിക്ക് ചെറുതായിട്ട് പോരാ, നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമല്ലേ? മൊത്തം 5 ഐറ്റം ഉണ്ട്. 5 ഐറ്റം ഫസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ മിക്സ് ആക്കി കഴിക്കാം. മിക്സ് ആക്കി കഴിക്കും. ഒരെണ്ണമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, കഴിച്ചോ? ആസ്വദിച്ച് കഴിക്കണം. ആസ്വദിച്ച് കഴിച്ചാൽ കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കഴിക്കണം. ടൈം ലിമിറ്റ് ഉണ്ടോ? 1 hour. ഈസി. നല്ല ഫാസ്റ്റ് അല്ലേ? വേണം അങ്ങനെ തീർത്ത് എന്നിട്ട് അടുത്തിടും. ആകെ ഒരു പ്രശ്നമുള്ളൂ. എന്താ? എല്ലാം ചോക്ലേറ്റാ. കഴിക്കണം. കഴിക്കും. 2 ഐറ്റം ഇപ്പം തരും. ഇനിയുണ്ട് 3 അത് കഴിഞ്ഞ പിന്നെ 5 വരാനുണ്ട്. ഞാൻ നല്ലോണം കഴിക്കും. നല്ല ഫുഡിയാ. ഇതൊക്കെ ഒരു 2 ഐറ്റം കൂടി തീരുമ്പോ കാണാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി അറിയാം. ഫുൾ ഫുഡാ. അതേ കണ്ടിരുന്നു ഒരു ഫുൾ ചിക്കൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു. അത് ഞാൻ സത്യമായിട്ടും ഫുൾ കഴിച്ചിട്ടില്ല, കുറച്ച് അച്ഛന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഐറ്റം തീരുവാണ്. ഗനാഷാണ് ഇപ്പൊ തീർന്നത്. ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് ഐറ്റം ഏതെടുക്കുന്നത്? ഇത് ഡ്രസ് ലെച്ചസ്. ഓ, എല്ലാം അറിയാം. ഞാൻ കഴിച്ചു, പെട്ടെന്ന് കഴിച്ചു. ഫസ്റ്റ് ഐറ്റം ഈസി ആയിട്ട് തീർന്നു. പിന്നെ ചെറുതാണ്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ 2 പീസ് കേക്കേ കൊടുത്തുള്ളൂ. അത് പെട്ടെന്ന് തീരും. ചെറിയ 2 പീസ് കേക്കോ? അതൊക്കെ ഹൈ കലോറിയുള്ള നല്ല മധുരമുള്ള സാധനങ്ങൾ, തലക്ക് പെട്ടെന്ന് പിടിക്കും. ഞാൻ കഴിക്കണില്ല. എത്ര സിമ്പിളായിട്ട് കഴിക്കണം. ആകെ 2 രണ്ടാമത്തെ ഐറ്റം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. ഇത് അത് കാണണം. ഈ 5 ഐറ്റം കഴിച്ച് കഴിയുമ്പോ കാണാം. നോക്ക്, ആ ഇത്ര സിമ്പിളാ. അതെ, രണ്ടാമത്തെ ഐറ്റം ഇപ്പം തരും. ആ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ 2 കഴിയട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കുള്ള ടാസ്കിലേക്ക് കടക്കാൻ പോകുന്നത്. ഞാൻ മിക്സ് ആക്കി കഴിക്കട്ടെ. എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, എനിക്ക് വിഷയം. പക്ഷെ കഴിച്ചാൽ മതി. ഇത് കഴിക്കാം. അതിന്റെ ടേസ്റ്റില്ലേ? അതല്ല, അത് ഇതും കൂടെ കഴിക്കാം. ഇത് ചോക്ലേറ്റാ, ഇത് വൈറ്റ് ചോക്ലേറ്റാ. അപ്പൊ ഇത് മിക്സ് ആക്കി കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസാ പറഞ്ഞിരുന്നേന്ന് അറിയൂ? ഫുഡി ഐഡിയാസ്. അപ്പൊ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലായി. ഇത് തീർന്ന്, ഇത് അധികം നേരം ഒന്നും പോകില്ല. എന്റെ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇതൊക്കെ ഞാൻ ഇത് മൊത്തം കാണിച്ചു തരാം. അടുത്ത സ്ട്രോ എടുക്കണോ? സ്ട്രോയിലൊക്കെ മൊത്തം ലിപ്സ്റ്റിക്കാ. ലിപ്സ്റ്റിക്ക് ഒരാളുടെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ലിപ്സ്റ്റിക്കിലല്ല ഇരിക്കുന്നത്. നമുക്ക് കോൺഫിഡൻസ് ലിപ്സ്റ്റിക്കില്ല. നമുക്ക് മതിയായി. രണ്ടാമത്തെ ഐറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പത്തേക്ക് മതിയായി. 2 ഐറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3ാമത്തെ ഐറ്റം. അപ്പോൾ സെക്കൻഡ് ഐറ്റം നെറ്റല്ല ചിക്സ് കേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3rd ഐറ്റം കഴിക്കാൻ പോവാണ്. അല്ല, 3rd ഐറ്റം ഇൻ ബിറ്റ്വീനാണ് കഴിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതുവരെ ഐറ്റാ. ഇത് ഫസ്റ്റ് ഐറ്റം, ഇത് സെക്കൻഡ് ഐറ്റം, ഇത് 3rd ഇത്രേ ഉള്ളൂ, 4th ഇത്രേ ഉള്ളൂ. അത് 3rd ഒന്നുമല്ല, അത് ജസ്റ്റ് നിനക്ക് കുടിക്കാൻ ഇതിന്റെ ഒപ്പരം. അത് ഐറ്റം ഒന്നും അല്ല. പിന്നെ മാംഗോ ജ്യൂസ് ഒക്കെ ഒരു ഐറ്റം ആണ്. അതൊന്നും ഞാനൊന്നും കൂട്ടിയിട്ട് പോലും ഇല്ല. അപ്പൊ ഇത് അടുത്ത ഐറ്റം എടുക്കാൻ പോവാണ്. 3rd ഐറ്റം ബെൽജിയം ചോക്കോല കേക്ക്. ഇതും കൂടെ കഴിക്കുന്നതോടെ എന്റെ തലയ്ക്ക് മത്ത് പിടിക്കുന്നതായിരിക്കും. ഫുൾ മെനു കഴിക്കുന്നു പറഞ്ഞ് വന്നതാ. ഇനി ഇത് മൊത്തം കഴിക്കാതെ ഇവിടെ പോയാ എനിക്ക് 5000 രൂപ എനിക്ക് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. വാങ്ങുവോ? കൊണ്ടുപോകുവോ? അതിന് ഇത് കംപ്ലീറ്റ് ചെയ്യണം ആദ്യം. അടുത്തത് മധുരം കുറച്ച് തന്നാ മതി. ഇതും മൊത്തം മധുരമേ ഉള്ളൂ ഇവിടെ. എന്താ അവിടെ മെനുവിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇറക്കില്ല. പിന്നെ ഇത്രയുള്ള ഫ്രഞ്ച് ഫ്രൈസ്. കഴിഞ്ഞ് ഇതോടെ ഇത് തീർന്ന്. 5 ഐറ്റം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. നന്ദന
മധുരം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ലതാ. അതെ, വളരെ നല്ലതാ. ഇനി കുറച്ച് കഴിക്കണോ? വേണ്ട, കഴിച്ചോ. കഴിച്ചോ? ഇല്ല, ഞാൻ ഡയറ്റാ. എനിക്ക് പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ കഴിക്കും. ഞാനും പൈസ കിട്ടിയാൽ മാത്രമേ കഴിക്കുള്ളൂ. നിങ്ങൾ പൈസ തരാതെ പറഞ്ഞോണ്ട് ഞാൻ കഴിച്ച. അന്നത്തെ പൊക്കെ ഞാൻ ഭയങ്കര ഡയറ്റ് ആട്ടോ. അതെ, രാവിലെ എന്താ കഴിച്ചേ? ഇന്നലെ എന്താ കഴിച്ചേ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി ബിരിയാണി. ഡയറ്റാ? കുറച്ച് ബിരിയാണി കഴിക്കുന്നതിന് തെറ്റില്ല. അതെ, പിന്നെ ഉച്ചക്ക് കഴിച്ചപ്പോ? ഇന്നലെ ഉച്ചക്കോ? ചോറ്. ഡയറ്റാ? കുറച്ച് ചോറ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചോറും. എന്ത് കുടിച്ച്? രാവിലെയോ? അത് ഞാൻ പറയില്ല, അതെന്റെ സീക്രട്ടാ. അതെ, ഞാനില്ലേ കുപ്പിയിരിക്കും. അല്ല, ഞാനില്ലേ ഇത് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ രാവിലെ ABC ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടാണ്. ABC ജ്യൂസ് കുടിച്ചാൽ ഇപ്പൊ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പൊ ഇത്രയും കഴിച്ചില്ല ഞാൻ. രാവിലെ വേറെ ഒന്നും കഴിച്ചില്ല. 2 ഐറ്റല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ശരി, ഇത്രയും കഴിച്ചു. എത്ര? ഇത് ഇതുവരെ കാഭാഗം പോലും ആയിട്ടില്ല. ഇത് ശരിക്കും 2 സ്പൂണുള്ള ഐറ്റം ഉള്ളൂ. പക്ഷെ ടൈമുണ്ട്, പിന്നെ ഇഷ്ടം പോലെ. കഴിഞ്ഞ് തീർന്ന് എത്രയേ ഉള്ളൂ ഇത്. ഇനി ഇത് മൊത്തം കഴിക്കാനുള്ള പ്രതീക്ഷ എനിക്കില്ല. മെല്ലെ ഇറക്കിയിട്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. ഒന്ന് നടക്കണോ? വേണ്ട, ആയില്ല. അടുത്ത സെറ്റ് അടുത്ത സെറ്റ്. കുറച്ച് വെള്ളം കിട്ടുമോ? എന്താ അറിയോ? അതെ, അങ്ങോട്ട് കുറച്ച് കുടിച്ചു. അധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനില്ല. കഴിക്കാൻ കഴിയില്ല. കാണുന്ന പോലെ ഒന്നല്ല ഇതൊന്നും. നമുക്ക് നല്ല ഹെവിയാണ്. ഇതുവരെ കഴിച്ചാൽ ഏറ്റവും ഹെവി സാധനം ഇതാ. നിസ്സാര സാധനമാണ്. കഴിച്ചു തരുമോ? ഇതാ കഴിച്ചോ. പൈസ ഉണ്ട്, നീ എനിക്ക് ചലഞ്ച് ഉണ്ടാ, ഞാൻ ചെയ്യാം. എൻ്റെ പൈസ അല്ല, നിങ്ങളൊക്കെ പൈസക്കാരെ നമ്മൾ പാവങ്ങൾ. ജോലി എന്താ? ജോലി എന്താ? ഡെന്റിസ്റ്റ്. പൈസ ഇല്ലാത്തൊരു ഡെന്റിസ്റ്റ് ആണ്. ഡെന്റിസ്റ്റുകൾക്കൊക്കെ സാലറി ഇല്ല. ഞാൻ പണിക്ക് വന്നു. പണിക്ക് പോവാത്ത ഡെന്റിസ്റ്റ് ആണ്. അങ്ങനെയല്ല, ഞാൻ PGക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. എനിക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രം ഞാൻ PGക്ക് പഠിക്കാൻ വേണ്ടി ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. വീട്ടിലിരുന്ന് തിന്നുക. PGക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഫുൾ ടൈം തീറ്റ. പേജൊക്കെ നോക്കിയാൽ കാണാം, ഒരു ഫുൾ ചിക്കനൊക്കെ ആയിരിക്കും കഴിക്കുക. അത് ഞാൻ വീഡിയോക്ക് വേണ്ടി എടുത്തതാ, അല്ലാതെ കഴിക്കാനല്ല, വീഡിയോയ്ക്ക് വേണ്ടിയാ. നല്ല പൊളിങ്ങാ. ഇതോ 3 ഐറ്റം പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ മിക്സ് ആക്കി 15 മിനിറ്റായി. 3 ഐറ്റം പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല. ഫസ്റ്റത്തെ കണ്ടസ്റ്റന്റ് വളരെ മോശമാണല്ലോ. അടുത്ത കണ്ടസ്റ്റന്റ് നോക്കി ഇതിലും മോശമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഐഡിയ. റെസ്റ്റ് എടുത്തോ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. റെസ്റ്റ് എടുത്തു. നടക്കണോ? ചിലപ്പോ നടന്നു. മടുത്തിട്ടോ, തലക്കോട്ടിണ്ട്. 10 ഐറ്റം ഒക്കെ ഈസി ആയി കഴിക്കുന്നു പറഞ്ഞു വന്നതാ. ഇവിടെ 3ാമത്തെ ഐറ്റം പകുതി 4 രണ്ടെണ്ണേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഒക്കെ കുറച്ചുള്ളൂ. ഇത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തീർത്തരാം. പക്ഷെ ഞാൻ തീർക്കാത്തെന്ന് അറിയോ? പറ്റുന്നില്ല, എനിക്ക് കഴിക്കാൻ വയ്യ. അതല്ല, മോട്ടിവേഷൻ വേണം. വേണ്ട, മോട്ടിവേഷൻ വന്ന് താഴ്ത്താനല്ലേ. ഈഗോ ഹേർട്ടാക്കണോ? ഈഗോ ഹേർട്ടാക്കണ്ട. ഈഗോ ഹേർട്ടാക്കിയാല് കഴിക്കും. ഈഗോ ഹേർട്ടാക്കി കഴിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഇവളെ കൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തൊക്കെ തള്ളുകളിട്ട് വന്നിരുന്നത്. ഒരു ഫുൾ മെനു 10 ഐറ്റമൊക്കെ ഞാൻ ഈസി ആയിട്ട് കഴിക്കും. ഇതൊക്കെ എനിക്ക് നിസ്സാരം, ഞാൻ ഭയങ്കര ഫുഡിയാണ്. ഇവിടെ വന്നിട്ട് ഈ 2 ഐറ്റം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തളർന്ന് ഇല്ലാതെയായി. പറ്റും ഇത് കഴിക്കാൻ? ചേട്ടനെ കൊണ്ടും പറ്റും. 2000 രൂപ കൊണ്ടാണ് വന്നത്. അല്ല, ആരെങ്കിലും വിളിച്ച് കടം ചോദിക്കാം. മതി, എനിക്ക് പൈസ കിട്ടിയാൽ മതി. ഈ ചലഞ്ച് കൊള്ളാം, സ്ഥിരമാക്കാം. ഇങ്ങനെ എല്ലാവരും ചുറ്റും നോക്കിയിരിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അല്ലാണ്ട് കഴിക്കുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റാ.
അപ്പൊ ഇതിപ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് ഇപ്പൊ തന്നെ ടേസ്റ്റ് ഒക്കെ നാവിന്റെ ടേസ്റ്റ് ഒക്കെ പോയോ? കരിയുന്നു. ഇറങ്ങുന്നില്ല. ഞാൻ ചാരിന്ന് കഴിക്കും. ഇനി കിടന്നു ഇരുന്നു ഒക്കെ ഞാൻ കഴിക്കും. വേണമെങ്കിൽ ഒരു റൗണ്ട് ഓടിയിട്ട് വരുന്നു. ഓടാനൊക്കെ ഇനി കൊറേ സമയം ബാക്കിയുണ്ട്. അത് ഒരു വലിയ ബൈറ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പക്ഷെ നടന്നില്ല, കേറിയില്ല. പക്ഷെ പോകുന്നില്ല. ഫിനിഷ്. ഫിനിഷ് അല്ല, കരയുന്നു. കഴിയല്ല. തല ഇറങ്ങാൻ തുടങ്ങി. ചലഞ്ചിന് വിളിച്ചിട്ട് അതിനെക്കാട്ടി കൂടുതൽ പൈസ ഞാൻ ഹോസ്പിറ്റൽ ബില്ലായി കൊടുക്കേണ്ടി വരുമല്ലോ ചിലപ്പോ. കഴിയാനായി. തേർഡ് ഐറ്റം. ഞാനിങ്ങനെ കുഴച്ച് ഇളക്കി മറിച്ച് കുഴച്ച് ഇതൊക്കെ കുഴച്ച് കുഴച്ച് ഞാൻ കഴിക്കും. ഉറപ്പായി ഞാൻ കഴിക്കും. ഫുൾ കോൺഫിഡൻസ്. ഇതെങ്ങനെയാ ഉള്ളി കേറ്റുന്നുള്ളതാണ് പ്രശ്നം. തേർഡ് ഐറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് ഐറ്റം പൊടിയും ബാക്കിയുണ്ട്. നടക്കുന്നു. നോക്കാം. ഇത് കാണുന്ന പോലെ നല്ല നല്ല പടം. അതായത് ഇപ്പം തീരും. വിത്തിൻ അടുത്ത് മതി. ഇല്ല അങ്ങനെയല്ല, മടുത്തു എന്നാണ്. ഹാഫ് ആൻ അവർ ആയി. ഹാഫ് ആൻ അവർ ആയി. യെസ് യെസ് ഗൈസ്, എൻ്റെ 2000 രൂപ ഇപ്പം കിട്ടും. അത് പറയേണ്ടത് സ്പീഡ് കൂടിയല്ലോ. ഒന്നും ഞാൻ അഭിനയിക്കുന്നതല്ല, ശരിക്കും വരുന്ന. ജോലിക്ക് പോവാത്ത ഈ ഡോക്ടറിന് ഒരു 5000 രൂപ കൊടുത്ത് സഹായിക്കാന്ന് വിചാരിച്ചപ്പോ എന്നിങ്ങനെ കഴിക്കുന്നുമില്ല. കൈന് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വീട്ടിൽ കൊണ്ടാക്കേണ്ടി വരുമോ? വേണ്ട. അല്ല, വിളിക്കണ്ട അച്ഛന്. കൈന് ഞാൻ എന്റെ അച്ഛന്റെ നമ്പർ പറഞ്ഞുതരാം. എന്റെ ഹോസ്പിറ്റൽ ബില്ല് എത്ര ആവുമെന്ന് മാത്രം ഇനി എനിക്ക് അറിഞ്ഞാൽ മതി. ഹോസ്പിറ്റൽ ബില്ല് സ്പോൺസർഡ് ബൈ ഹേ വയനാട്. അപ്പോൾ നമ്മളെ 5th ഐറ്റം ചിക്കൻ ചീസ് ബൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടി കഴിക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കഴിക്കോ? കോൺഫിഡൻസിന് ഒരു കുറവില്ല. തല ഇറങ്ങി വീഴുന്നവരെ. എന്റെ ഭഗവതി, സൈറൻ ആരെങ്കിലും ഇടും. നീ വണ്ടി റെഡിയാക്കിക്കോ. എന്റെ ചേട്ടനും ഉണ്ടാവും എവിടെയെങ്കിലും. എല്ലാരെയും വിളിച്ച ഹോസ്പിറ്റലിലേക്ക്. അടുത്ത നമ്മൾ ഹോസ്പിറ്റൽ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ പറയാം, സത്യം. കഴിഞ്ഞു ഗൈസ്. കംഫർട്ടബിൾ ആയിട്ടിരിക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. എന്തൊക്കെ കണ്ടുവരും ഞാൻ? ഒന്നും കണ്ട, ഇരുന്നാ മതി. എന്നെ കൊണ്ട് പറ്റുന്നില്ലേ എൻ്റെ ഈശോയെ. റീൽസ് കണ്ടതിനാൽ തന്നെ എനിക്ക് പ്രത്യേക ഒരു എനർജി ആയിരുന്നു. അതെ, അങ്ങനെയൊന്നുമില്ല. ഹേ വയനാട് ഞാൻ പ്രൊമോട്ട് ചെയ്യാം. ഞാൻ എല്ലാത്തിനും കമന്റ് ഇടുന്നുണ്ട്. അത് വെറുതെ പറയുന്നതാണ്. ഇപ്പൊ എല്ലാത്തിനും ഞാൻ കമന്റ് ഇടുന്നുണ്ട്. പഴയതൊന്നും ഇട്ടിട്ടില്ല. സെലക്ട് ഈ ഫുഡ് ചലഞ്ചിന് വിളിച്ചപ്പോൾ അന്നോട്ടുള്ള മുമ്പുള്ള 4 വീഡിയോയ്ക്ക് അവള് കമന്റ് ചെയ്തു. ആ ഫുഡ് ചലഞ്ചിന് ഞാൻ കമന്റ് ഇട്ടോണ്ടല്ലേ എന്നെ വിളിച്ചേ. അപ്പോൾ 6 ഐറ്റം കംപ്ലീറ്റ് ചെയ്തിട്ട് ടൈം കഴിഞ്ഞു. പക്ഷെ 6 ഐറ്റം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഫുൾ മെനു പറ്റിയില്ല. അതല്ലേ ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റ് എടുത്തോണ്ട പ്രശ്നം പറ്റിയ. ബെൽജിയൻ ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര. ഇനി ഞാൻ വരും. നിങ്ങൾ കുറച്ച് കഴിയുമ്പം
ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് വിളിക്കൂലേ അടുത്ത വീഡിയോക്ക്. അപ്പം ആ ബെസ്റ്റിൽ ഞാനായിരിക്കും ചിലപ്പോൾ ഒന്നാമത് വരിക. കാരണം വേറെ ആരും ചിലപ്പോൾ ഇത്രയും കഴിക്കൂല. കോൺഫിഡൻസ്. കഴിഞ്ഞു. 6 ഐറ്റം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദന ഫിനിഷ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് 6 ഐറ്റം. അങ്ങനെ ഹാഫ് മെനു കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ മെനുവിലേക്ക് പോകുന്നു. ഇനി ഒരു 4 ഐറ്റം. നോ 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 4 ഐറ്റം കൂടെ കഴിച്ച് 5000 രൂപ വാങ്ങാൻ റെഡി അല്ലേ? ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. അല്ല പറ്റൂലേ? പറ്റൂല. റെസ്റ്റ് എടുത്താലോ? നടക്കില്ല. കോൺഫിഡൻസ് 10ൽ 10 പക്ഷെ മെനു 10ൽ 5 പോയുള്ളൂ. ഇല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കഴിച്ചേനെ. ആ പിന്നെ മധുരം ഇങ്ങനെ തലക്ക് പിടിച്ചപ്പോ അത് പോയതാണ്. അല്ലാണ്ട് കൈന് പറ്റില്ല. ഇതൊന്നും നിങ്ങൾ ആര് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. അത്ര എളുപ്പമുള്ള 5 കാര്യമല്ല. ഐറ്റം കഴിക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. എന്നാ 6 ഐറ്റം കഴിക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. പക്ഷെ അത്രയും കഴിച്ചു ആ ടൈമും കൊണ്ട്. താങ്ക് യു.